ഹായ്, ലീഡ്സ് അക്കാദമി സ്പാർ പ്ലസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സോഷ്യലിൻ്റെ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിനൈസൻസും ഹ്യൂമാനിസവും ഇറ്റലിയിലെ പല മേഖലകളിലും, ഇറ്റലിയല്ല യൂറോപ്പിലെ തന്നെ എല്ലാ മേഖലകളിലും ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പെയിൻറ്റിങ്ങുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത്. പെയിൻറ്റിങ്ങുകളുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മളിവിടെ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് റിനൈസൻസിലെ പെയിൻറ്റേഴ്സ് ആരൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട ചിത്രകാരന്മാർ ആരൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, സോഷ്യൽ വളരെയധികം പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ വിഷയമായതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗങ്ങൾ, ഈ ചാപ്റ്ററിൻ്റെ ആദ്യം മുതൽ ഇനിയുള്ള ഭാഗങ്ങൾ മുഴുവൻ വളരെ സിമ്പിളായിട്ട് പോയിൻ്റായിട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റിനൈസൻസ് പെയിൻറ്റേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, ആ പെയിൻറ്റുകാരും അവരുടെ പെയിൻറ്റിങ്ങുകളുടെ പേരുകൾ മാത്രം ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി. വളരെ ഗഹനമായിട്ടുള്ള പഠനം ഇതിനകത്ത് ആവശ്യമില്ല എന്നർത്ഥം. നമ്മൾ റിനൈസൻസ് പെയിൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ അറിയുന്ന പേരെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ജിയോട്ടോ എന്നാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേര്. റിനൈസൻസ് പെയിൻറ്റേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വ്യക്തി ജിയോട്ടോ ആണ്. രണ്ടാമത്തെ ആളുടെ പേര് മസാക്കിയോ എന്നാണ്, മസാക്കിയോ. മൂന്നാമത്തെ ആളുടെ പേര് ലോകത്ത് ഇന്ന് വരെ കണ്ട ചിത്രകാരന്മാരിൽ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരൻ, ഈ കാലഘട്ടത്തിൽ തന്നെ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ലിയനാർഡോ ഡാവിഞ്ചി. ഓക്കെ, 3 പേരാണ് ഇപ്പോൾ നമ്മൾ ഈ പേജിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ജിയോട്ടോ, രണ്ടാമത് മസാക്കിയോ, മൂന്നാമത്തെ ആൾ ലിയനാർഡോ ഡാവിഞ്ചി. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ 2 ചിത്രങ്ങളാണ് നമ്മൾ ലോകത്ത് ഏറ്റവും പ്രശസ്തമായിട്ട് നിലനിൽക്കുന്നത്. അതിലൊന്നാമത്തത് ദ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അന്ത്യ അത്താഴം എന്ന് പറയുന്ന ചിത്രവും, അതുപോലെ തന്നെ രണ്ടാമത്തത് മൊണാലിസ എന്ന് പറയുന്ന ചിത്രമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വൺ വേർഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. മാച്ച് ദ ഫോളോയിങ്ങിനും വൺ വേർഡ് ആയിട്ട് തന്നെയായിരിക്കും ഈ ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രകാരൻ ജിയോട്ടോ, രണ്ടാമത്തെ മസാക്കിയോ, മൂന്നാമത്തെ ആൾ ലിയനാർഡോ ഡാവിഞ്ചി. 2 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ആയിട്ടുണ്ട്. ഒന്നാമത്തത് ലാസ്റ്റ് സപ്പറും മൊണാലിസയുമാണ്. ദെൻ നാലാമത്തെ വ്യക്തിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മളിവിടെ കാണുന്ന പോലെ മൈക്കിൾ ആഞ്ചലോ എന്നാണ്. മൈക്കിൾ ആഞ്ചലോയുടെ ചിത്രമായ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൂടെ ഓർത്തു വെക്കുക. നാലാമത്തെ ചിത്രകാരൻ മൈക്കിൾ ആഞ്ചലോ, അദ്ദേഹത്തിൻ്റെ ചിത്രം ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അഞ്ചാമത്തെ ചിത്രകാരൻ ടീഷ്യനാണ്. ആറാമത്തെ ആൾ റാഫേലുമാണ്. ഈ 6 പേരുകളുമാണ് ഈ നമ്മൾ പറയുന്ന പോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ചിത്രകാരന്മാരായിട്ട് റിനൈസൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചിത്രകാരന്മാർ എന്ന പേരിൽ പഠിക്കാനുള്ളത്. നിർബന്ധമായിട്ടും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 6 പ്രധാനപ്പെട്ട ചിത്രകാരന്മാരാണ് നമ്മൾ പെയിൻറ്റിങ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഒന്ന് നമ്മൾ കാണുന്ന പോലെ ജിയോട്ടോ, രണ്ടാമത് മസാക്കിയോ, ലിയനാർഡോ ഡാവിഞ്ചി, അതുപോലെ തന്നെ മൈക്കിൾ ആഞ്ചലോ, ടീഷ്യൻ, റാഫേൽ. ഈ 6 പേരുകൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടെ പഠിക്കുക. ലിയനാർഡോ ഡാവിഞ്ചിയുടെ 2 ചിത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ലാസ്റ്റ് സപ്പറും അതുപോലെ തന്നെ മൊണാലിസയുമാണ്. മൈക്കിൾ ആഞ്ചലോയുടെ ചിത്രത്തിൻ്റെ പേര് ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. റിനൈസൻസ് പെയിൻറ്റിങ്ങിലുണ്ടായ മാറ്റവും അതുപോലെ തന്നെ ഈ റിനൈസൻസ് ചിത്രകാരന്മാരുടെ പേരുകളും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അത് നമ്മൾ പഠിച്ചതിന് ശേഷം രണ്ടാമത് മാറ്റം വന്ന് രണ്ടാമത്തെ മേഖലയിലേക്ക് നമ്മൾ പോണ്. അത് സ്കൾപ്ചർ മേഖലയിൽ ഈ പ്രതിമകളുമായി ബന്ധപ്പെട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ റിനൈസൻസ് വരുന്നതിന് മുമ്പ് ഇത്തരം സ്കൾപ്ചർ മുഴുവനായിട്ട് നിർമ്മിച്ചിരുന്നത്, പ്രധാനമായിട്ട് നടത്തിയിരുന്നത് ഗോത്തിക് ശൈലി എന്നറിയപ്പെടുന്ന ശൈലിയുമായിരുന്നു നടത്തിയിരുന്നത്. അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും റിനൈസൻസ് വരുന്നതിന് മുമ്പ് സ്കൾപ്ചർ പ്രധാനമായിട്ടും നിർമ്മിച്ചിരുന്നത് നമ്മൾ പറയുന്നത് ഗോത്തിക് ശൈലി എന്ന് പറയുന്ന പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു ശൈലിയിലായിരുന്നു. ഈ ഗോത്തിക് ശൈലിയുടെ പ്രത്യേകത, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കോളോറ്റീസിസത്തിൽ അടിയുറച്ച അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ മാത്രമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിഭാഗമായിരുന്നു. പക്ഷേ ഇതിലൊരു മാറ്റം ഉണ്ടാകുന്നു. ഈ മാറ്റം കൊണ്ടുവന്ന ആദ്യത്തെ സ്കൾപ്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുടെ പേരാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഡൊണാറ്റെല്ലോ എന്നാണ്. ഡൊണാറ്റെല്ലോയുടെ പ്രശസ്തമായിട്ടുള്ള 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഡേവിഡ് അല്ലെങ്കിൽ ദാവീദും അതുപോലെ തന്നെ ഗാട്ടാമെലറ്റിയുമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 സ്കൾപ്ചറുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്കൾപ്ചർ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മാറ്റം, അത് ഗോത്തിക് ശൈലിയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ സ്കൾപ്ചേഴ്സ് ചെയ്തു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ പേരാണ് നമ്മൾ പറയുന്നത് ഡൊണാറ്റെല്ലോ. ഡൊണാറ്റെല്ലോയുടെ 2 പ്രശസ്തമായിട്ട് സ്കൾപ്ചേഴ്സ്, ഒന്ന് ഡേവിഡും അതുപോലെ തന്നെ ഗാട്ടാമെലറ്റിയാണ്.
രണ്ടാമത്തെ ആളുടെ പേര് മൈക്കിൾ ആഞ്ചലോ എന്നാണ്. നമ്മളിവിടെ കാണുന്ന പോലെ മൈക്കിളോ ആഞ്ചലോ ആണ് രണ്ടാമത്തെ പ്രശസ്തനായ ആള്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 സ്കൾപ്ചേഴ്സ് ഒന്ന് പീറ്റയും അതുപോലെ തന്നെ മൈക്കിൾ ആഞ്ചലോയുടെ ഡേവിഡ് അല്ലെങ്കിൽ ദാവീദുമാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, വൺ വേർഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി. അതായിരിക്കും ഇതിനകത്ത് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പവും പഠിക്കാനും ഏറ്റവും എളുപ്പം ഇത്ര മാത്രം പഠിച്ചാൽ മതി. സ്കൾപ്ചർ മേഖലയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്. മാറ്റം എന്ന് പറയുന്നത് ഗോത്തിക് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്കൾപ്ചർ ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാമത്തെ ആളുടെ പേര് ഡൊണാറ്റെല്ലോ എന്നാണ്. ഡൊണാറ്റെല്ലോയുടെ 2 പ്രശസ്തമായിട്ടുള്ള സ്കൾപ്ചേഴ്സ്, ഒന്ന് ഡേവിഡും ഗാട്ടാമെനറ്റിയുമാണ്. രണ്ടാമത്തെ ആളുടെ പേര് മൈക്കിൾ ആഞ്ചലോ എന്നാണ്. മൈക്കിൾ ആഞ്ചലോയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ഥാനം ഒന്ന് പീറ്റയും അതുപോലെ തന്നെ മൈക്കിൾ ആഞ്ചലോസ് ഡേവിഡുമാണ്. ഓക്കെ, അത് പഠിച്ചതിന് ശേഷം നമ്മൾ മൂന്നാമത് മാറ്റമുണ്ടായ മേഖലയിലേക്ക് വരുന്നു. മൂന്നാമത് മാറ്റമുണ്ടായ മേഖല ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഓക്കെ, അതെന്താണെന്നാണ് ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ മാറ്റം ഇതാണ്. അതായത് ഈ ആർക്കിടെക്ചർ അല്ലെങ്കിൽ റിനൈസൻസ് വരുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ആളുകൾ ഗോത്തിക് ശൈലിയിൽ തന്നെയാണ് ഈ പറഞ്ഞ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. ആ കെട്ടിടങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലോഫ്റ്റി ടവറുകളാണ്. ഇതാണ് ലോഫ്റ്റി ടവറുകൾ എന്നറിയപ്പെടുന്ന സാധനം. ഓക്കെ, അതായത് നടുക്ക് ഈ കുന്തമുന പോലെ നിൽക്കുന്ന ഈ ഒരു സാധനത്തെയാണ് ലോഫ്റ്റി ടവറുകൾ എന്ന് പറയുന്നത്. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ആർക്കിടെക്ചറിൽ ഈ കാലഘട്ടത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുന്നു. ഈ ലോഫ്റ്റി ടവറുകൾക്ക് പകരം ഡോമുകൾ, ഓക്കെ, നമ്മളിങ്ങനെ പോലത്തെ ഒരു സാധനം കാണാൻ വേണ്ടി സാധിക്കും കെട്ടിടങ്ങളിൽ. അതിനാണ് ഡോമുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഡോമുകളായി മാറുന്നു. അതായത് ലോഫ്റ്റി ടവറുകൾ ഡോമുകൾ റീപ്ലേസ് ചെയ്തു. അതാണ് ഈ ആർക്കിടെക്ചർ മേഖലയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ ആളുടെ പേര് നമ്മൾ ആദ്യത്തെ പേജിൽ തന്നെ കാണും. അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പോ ബ്രൂണലെഷി എന്നാണ്. ഓക്കെ, ഫിലിപ്പോ ബ്രൂണലെഷി എന്നാണ് ആ പേര് പഠിക്കുക. രണ്ടാമത് അതിനുശേഷം നമ്മൾ വീണ്ടും 2 പേരുടെ പേരുകൾ കൂടെ പഠിക്കും. ആ രണ്ടാമത്തെ ആളുടെ പേര് മൈക്കിൾ ആഞ്ചലോ എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് ബ്രഹ്മൻ്റെ എന്നാണ്. അതാണ് ഈ പറഞ്ഞ ആർക്കിടെക്ചർ മേഖലയുടെ മാറ്റം. അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇത്രേ ഉള്ളൂ. അതായത് എന്ത് ചെയ്യുന്നു, ഗോത്തിക് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ലോഫ്റ്റി ടവറുകൾക്ക് പകരം ഡോമുകൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. 3 ആളുകളാണ് പ്രധാനമായിട്ടുള്ളത്: ഫിലിപ്പോ ബ്രൂണലെഷി, മൈക്കിൾ ആഞ്ചലോ, ബ്രഹ്മൻ്റെ. അത് നമ്മൾ പഠിക്കുക. ഇതാണ് പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ മേഖലയായ ഈ പറയുന്ന ആർക്കിടെക്ചർ മേഖലയുണ്ടായ മാറ്റം. നാലാമത്തെ മാറ്റം റിനൈസൻസ് ലിറ്ററേച്ചറിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിനൈസൻസ് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക, ഈ ലിറ്ററേച്ചർ മേഖലയിൽ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ പറയുന്ന പോലെ ലിറ്ററേച്ചർ മേഖലയിൽ റിനൈസൻസ് കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഈ റിനൈസൻസ് എഴുത്തുകാർ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തത് 2 പ്രധാനപ്പെട്ട മൂല്യങ്ങൾക്കാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ലിബേർട്ടി അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ സെക്യുലർ വാല്യൂസ് അല്ലെങ്കിൽ മതനിരപേക്ഷമായിട്ടുള്ള മൂല്യങ്ങൾക്കുമാണ് ഇവർ പ്രാധാന്യം നൽകിയത്. അതാണ് ഒന്നാമത്തെ മാറ്റം. അതായത് പണ്ടുള്ള ആളുകൾ നമ്മൾ പറയുന്നത് മതത്തിന് പ്രാധാന്യം നൽകിയെങ്കിൽ, മതത്തിനാണ് ഈ പറയുന്ന ദൈവത്തിനാണ് പ്രാധാന്യം നൽകിയെങ്കിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നു, വ്യക്തികൾക്കും മതനിരപേക്ഷമായിട്ടുള്ള മൂല്യങ്ങൾക്കും അവർ പ്രാധാന്യം നൽകിയെന്നതാണ് ഒന്നാമത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ സ്കോളാറ്റിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഇവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, മറ്റു തീമുകളിലേക്കും ഈ പറയുന്ന കഥകളും കവിതകളും എഴുതാൻ വേണ്ടി തുടങ്ങി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, ഇവർ റീജിയണൽ ലാംഗ്വേജസിന് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തു. ഈ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ ലിറ്ററേച്ചർ മേഖലയിൽ റിനൈസൻസ് കൊണ്ടുവന്നത്. ഇത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, എങ്ങനെയാണ് അവർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതനിരപേക്ഷ മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. രണ്ടാമത് നമ്മൾ കാണുന്ന പോലെ എന്ത് ചെയ്യുന്നു അറിയാമോ, അവർ സ്കോളാറ്റിസത്തിൽ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു. മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു, അവർ പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തിരുന്നത് ലാറ്റിൻ ഭാഷയ്ക്കും മറ്റു ഭാഷകൾക്കും അല്ല, മറിച്ച് പ്രാദേശിക ഭാഷകൾക്കായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ ആരൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഒന്നാമത്തെ സാഹിത്യകാരൻ എന്ന് പറയുന്നത് ഡാൻ്റെയാണ്. ഡാൻ്റെയുടെ പ്രധാനപ്പെട്ട പുസ്തകം ദ ഡിവൈൻ കോമഡി എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഓക്കെ, ഈ ഡിവൈൻ കോമഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ സ്വർഗം, നരകം മുതലായവയ്ക്കുള്ള ഒരു തീർത്ഥയാത്ര ആണ് ഇതിൻ്റെ തീമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യക്തി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളും. രണ്ടാമത്തെ ആളുടെ പേരെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേര് പെട്രാർക്ക് എന്നാണ്. മൂന്നാമത്തെ ആളുടെ പേര് ബൊക്കാഷിയോ എന്നാണ്. ബൊക്കാഷിയോയുടെ പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് ദ ഡെക്കാമറോൺ എന്നാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട വ്യക്തി, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളോ മാക്കിയവെല്ലി എന്നാണ്.
ഈ നിക്കോളോ മാക്കിയവെല്ലിയുടെ പുസ്തകത്തിൻ്റെ പേര് ദ പ്രിൻസ് എന്നാണ്. ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നിക്കോളോ മാക്കിയവെല്ലി ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഭരണകർത്താവ് ഒരിക്കലും ഒരു വിഭാഗം ആളുകളെ പാർഷ്യലായിട്ട് കാണാം, അല്ലെങ്കിൽ അവർക്ക് എന്തും ചെയ്തു കൊടുക്കുന്നു, അവർക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾ കൊടുക്കുന്നു, ബാക്കിയുള്ളവരെയൊക്കെ എന്താ പറയുന്നത്, ഈ പറയുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം കാണിക്കാൻ പാടില്ല എന്ന് പുസ്തകങ്ങളിലൂടെ പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ നിക്കോളോ മാക്കിയവെല്ലി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, ദ പ്രിൻസ് എന്നാണ്. അടുത്ത ആളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എഴുത്തുകാരിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരിയെക്കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അവരുടെ പേര് കസാൻഡ്ര ഫെഡൽ എന്നാണ്. ഈ കസാൻഡ്ര ഫെഡൽ അവരുടെ എഴുത്തുകളിലൂടെയും അതുപോലെ തന്നെ അവരുടെ പ്രസംഗങ്ങളിലൂടെയൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞത്, ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ആ കാലഘട്ടത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമൊന്നും കിട്ടാതിരുന്ന പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഹയർ എഡ്യൂക്കേഷൻ നൽകണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഉയർന്ന വിദ്യാഭ്യാസം നൽകണമെന്നാണ് അദ്ദേഹം ഈ പറയുന്ന അവരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ പറയുന്നത്. മാത്രമല്ല ഈ റിനൈസൻസിൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ എഴുത്തുകളിൽ റിനൈസൻസ് ഇറ്റലിയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്, അത് മറ്റു ചില രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ കാണും, നെതർലൻഡ്സ്, ഇംഗ്ലണ്ട്, സ്പെയിന്, ഫ്രാൻസ് മുതലായ നഗരങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കും ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ പ്രധാനപ്പെട്ട കൃതികളുടെ പേരുകളും നിങ്ങൾ തന്നിട്ടുണ്ടാകും. അതുകൂടെ നിങ്ങൾ നോക്കുക. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. താങ്ക് യു.